നമുക്കെല്ലാവർക്കും വിജയിക്കണം. അപ്പോൾ വിജയിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ഏതാണ്? നമ്മളെല്ലാവരും തിരയുന്ന ഒരു കാര്യമാണിത്. അതിൽ ഏറ്റവും നേരായ വിധത്തിൽ വിജയിക്കുവാൻ പറ്റിയ എല്ലാ മാർഗങ്ങളും പറഞ്ഞു തരുന്ന ഏറ്റവും നല്ലൊരു പുസ്തകമാണ് ഇത്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ഈ പുസ്തകം. ഒരു സാധാരണ ബാറിൽ മദ്യം വിളമ്പുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 26-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് തോന്നി, ഇങ്ങനെയൊന്നും ആയാൽ പോരാ, ഒന്ന് വിജയിക്കണം, ജീവിതത്തിൽ നല്ല വിജയം വരണം എന്ന് തോന്നി. അദ്ദേഹത്തിൻ്റെ മെൻറ്ററെ കാണുകയും അപ്പോൾ മെൻറ്റർ സജസ്റ്റ് ചെയ്തു ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകം വായിച്ച് അതിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നാൽ നിനക്കും വിജയിക്കാൻ പറ്റും എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പിന്തുടർന്നുകൊണ്ട് ഈ വ്യക്തി പുസ്തകം വായിക്കുകയും അതിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്തു തുടങ്ങി. പിന്നീടുള്ളത് എല്ലാതും അത്ഭുതകരമായിട്ടായിരുന്നു. ഈ ഒരു സാധാരണക്കാരൻ, പറയത്തക്ക വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഈ സാധാരണക്കാരനായ ഒരു ബാറിൽ മദ്യം വിളമ്പുന്ന ആളായ ആൾ ലോകപ്രശസ്തനായ മോട്ടിവേഷണൽ സ്പീക്കറായി. അതോടൊപ്പം തന്നെ പല ബിസിനസ്സുകളും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. എല്ലാ ബിസിനസ്സിലും അദ്ദേഹത്തിന് വിജയക്കൊടി പാറിക്കുവാനും സാധിച്ചു. കോടികൾ സമ്പാദിക്കാൻ പറ്റി. പണവും പ്രശസ്തിയും പദവിയും എല്ലാം അദ്ദേഹത്തെ തേടിയെത്തി. ഈ അടുത്ത് 83-ാമത്തെ വയസ്സിൽ 84-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. അതുവരെ തുടർച്ചയായി അദ്ദേഹം ഈ പുസ്തകം വായിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും പുതിയ പുതിയ അറിവ് അദ്ദേഹത്തിന് ലഭിക്കുന്നതായി അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പല പ്രാവശ്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കെന്താ പ്രശ്നം? നമുക്ക് ഇത്രയും കുറച്ച് കട്ടിയുള്ളൊരു പുസ്തകമാണിത്, അത് വായിക്കാൻ അല്പം മടിയാണ്. എൻ്റെ കയ്യിലും ഈ പുസ്തകം 15 കൊല്ലമായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനത് തുറന്നു നോക്കിയില്ല. ആദ്യത്തെ 2 പേജ് തുറന്നു നോക്കും, പിന്നെ എനിക്ക് നാളെ ആവാം എന്ന് വിചാരിച്ച് പിന്നെ അത് വായിക്കാറുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ പിന്നീട് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് സജസ്റ്റ് ചെയ്തു, ഈ പുസ്തകം നല്ല അടിപൊളി പുസ്തകമാണ്, അവർക്ക് അത് വായിച്ചിട്ട് പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്, നീ വായിച്ച് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് വായിക്കാൻ വേണ്ടി സമയം ചെലവിട്ടു. എനിക്കും എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഗുണങ്ങൾ ഈ പുസ്തകം വായനയിലൂടെ എനിക്ക് നേടാനായി എന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ വളരെ സന്തോഷവാനാണ്. ഈ പുസ്തകം വായിക്കാനുള്ള എനിക്ക് ഉപദേശം തന്ന അവരോടും എനിക്ക് അകമറ്റ നന്ദിയും സ്നേഹവും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ വായിച്ച് എനിക്ക് പ്രയോജനപ്രദമായല്ലോ ഈ പുസ്തകം. അപ്പോൾ എന്തുകൊണ്ട് എന്നെപ്പോലെ സ്വല്പം മടിയന്മാരായ ആൾക്കാർ, പുസ്തകം വായിക്കാൻ അത്ര താല്പര്യമില്ലാത്ത ആളുകൾക്കും ഇതിലെ അറിവുകൾ എങ്ങനെ പങ്കുവയ്ക്കാം എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോഴാണ് ഈ യൂട്യൂബ് മാധ്യമത്തിലൂടെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഓരോ അധ്യായത്തെ പറ്റിയും പറഞ്ഞു തരാം എന്ന് വിചാരിച്ചത്. ഇതുവരെ ഞാൻ അതിൽ ഫസ്റ്റ് ചാപ്റ്ററായ ഡിസയർ എന്ന ചാപ്റ്റർ അത് കവർ ചെയ്തു. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഡിസയർ കഴിഞ്ഞാൽ ഫെയ്ത്ത് എന്ന ചാപ്റ്ററാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഓട്ടോ സജഷൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4-ാമത്തെ ചാപ്റ്ററായ സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന അധ്യായമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് നോളജ് 2 തരത്തിലുള്ള നോളജുകളാണ് ഉള്ളത്. ഒന്ന് ജനറൽ നോളജ്, മറ്റൊന്ന് സ്പെഷ്യലൈസ്ഡ് നോളജ്. ജനറൽ നോളജ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും മറ്റും ലഭിക്കുന്ന പൊതുവായ ഒരു വിവരങ്ങളാണ് ജനറൽ നോളജിൽ പെടുക. പക്ഷേ ആ ജനറൽ നോളജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് അതിൽ നിന്നും പണം ഉണ്ടാക്കാനോ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കാനോ ഉള്ള സാധ്യത വളരെ കുറവാണ്. അതിന് നമുക്ക് വേണം സ്പെഷ്യലൈസ്ഡ് നോളജ്. നമ്മുടെ പാഷൻ ഏത് മേഖലയിലാണോ ആ മേഖലയിൽ ഉപയോഗിക്കാൻ പറ്റിയ നോളജുകൾ, അതായത് സ്പെഷ്യലായിട്ട് ഉപയോഗിച്ച് അത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്ത് അതിൽ നിന്നും അതിൻ്റെ ഫലം, അതിന് പണമായോ അല്ലെങ്കിൽ പ്രൊഡക്റ്റായോ എന്താണെന്ന് വെച്ചാൽ അത് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു അറിവ് നേടിയെടുക്കാനായി സ്പെഷ്യലൈസ്ഡ് നോളജ് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാലത്ത് സ്പെഷ്യലൈസ്ഡ് നോളജ് നേടിയെടുക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം ഇൻ്റർനെറ്റിൽ എല്ലാ തരത്തിലുള്ള നോളജുകളും അവൈലബിൾ ആണ്. നമുക്കത് നേടിയെടുക്കണം എന്നുള്ള തീവ്രമായ ഒരു ആഗ്രഹവും അത് നേടിയെടുക്കാം എന്നുള്ള വിശ്വാസവും അത് നേടിയെടുക്കേണ്ടത് എങ്ങനെ എന്നുള്ള ഏകദേശം ഒരു അറിവ്, ആ അറിവ് ഒന്നുകൂടി സ്പെഷ്യലൈസ് ചെയ്ത് ഒന്നുകൂടി പ്രാവർത്തികമാക്കി എടുക്കാൻ പറ്റിയ നോളജുകൾ സമ്പാദിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് എളുപ്പമാണ്. ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ പുസ്തകങ്ങൾ, ലൈബ്രറികൾ അങ്ങനെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ മേഖലയിൽ
അറിവുള്ള ആളുകളെ സമീപിച്ച് അവരുമായി ഒരു കൺസൾട്ടൻസി അല്ലെങ്കിൽ അവരെ ഒരു മാസ്റ്റർ മൈൻഡ് അലയൻസ് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമുക്ക് ആ നോളജ് നേടിയെടുക്കുകയും നമുക്ക് അത് ആ പഠിച്ച കാര്യങ്ങൾ നമുക്ക് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്ന് അത് ഒരു പ്രൊഡക്റ്റായോ പണമായോ സർവീസായോ എങ്ങനെ കൊടുത്ത് നമുക്കതിൽ നിന്നും വിജയം കൊയ്യാൻ സാധിക്കും. ഇതാണ് ഈ സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത്. അതിന് വിദ്യാഭ്യാസ യോഗ്യത അതിനൊരു പ്രശ്നമേ അല്ല. പല ആളുകളും ചിന്തിക്കാറുണ്ട്, എനിക്ക് പറയത്തക്ക വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ല, അപ്പോൾ എനിക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്നായ തെറ്റായ ചിന്തകൾ ഉള്ള വളരെയധികം പേരെ നമുക്ക് നമ്മുടെ ചുറ്റും കാണാം. പക്ഷെ അത് തീരെ ഒരു അത്യാവശ്യ ഘടകമല്ല എന്നുള്ള കാര്യം വളരെ മനസ്സിൽ വളരെ നന്നായിട്ട് ഉറപ്പിച്ച് വയ്ക്കുക. കാരണം വിദ്യാഭ്യാസം എന്നത് നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മളെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളുടെ രാജാവാണ് നമ്മുടെ തോമസ് ആൽവ എഡിസൺ. അദ്ദേഹം 1-2 മാസം മാത്രമേ സ്കൂളിൽ പോയിട്ടുള്ളൂ. ബാക്കി സമയത്തൊന്നും സ്കൂളിലോ കോളേജിലോ ഒന്നും പോയിട്ടില്ല. പക്ഷേ ഇന്നും അദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും ഒന്നാം തരം ഇൻവെൻറ്റർ എന്ന് നമുക്ക് സംശയലേശമെന്നേ പറയാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു വ്യക്തിയാണ് ഹെൻറി ഫോർഡ്. അദ്ദേഹം ഈ ഫോർഡ് കാർ കമ്പനിയുടെ ഓണറാണ്. അദ്ദേഹം വളരെയധികം പ്രശസ്തനും പണവും സമ്പാദിച്ച ഒരു വ്യക്തിയാണ്. ഒരിക്കൽ ഈ ഹെൻറി ഫോർഡിനെ പറ്റി ഒരു പത്രത്തിൽ, അന്നത്തെ ന്യൂയോർക്ക് ടൈംസ് ഒരു പത്രത്തിൽ അദ്ദേഹത്തെ പറ്റി ഒരു റിപ്പോർട്ട് വന്നു. ഇദ്ദേഹം വളരെ പ്രശസ്തനാണ്, പണവും പദവിയും എല്ലാം ഉണ്ട്, പക്ഷേ ഇദ്ദേഹത്തിന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല എന്നുള്ളത്, വിദ്യാഭ്യാസമില്ല എന്നുള്ള പത്രത്തിൽ വന്നു, അച്ചടിച്ചു വന്നു. അപ്പോൾ ഈ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. എന്തുകൊണ്ട് ഇങ്ങനെ വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞൊരു അവഹേളിക്കുന്ന പോലെയായല്ലോ, അത് ശരിയല്ല എന്ന് സ്ഥാപിച്ചു. അദ്ദേഹം ആ പത്ര കമ്പനിക്ക് എഗെയിൻസ്റ്റായിട്ട് ഒരു കേസ് കൊടുത്തു. അപ്പോൾ കേസ് നടക്കുമ്പോൾ, കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ ആ പത്ര കമ്പനിയുടെ അഭിഭാഷകൻ ഇദ്ദേഹത്തിന് വിദ്യാഭ്യാസമില്ല എന്ന് തെളിയിക്കുന്നതിനായിട്ട് പല ചോദ്യങ്ങൾ, ജനറൽ നോളജ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചു കൊണ്ടിരുന്നത്. അതിൽ ഫോർ എക്സാമ്പിൾ ഒരു ചോദ്യം ചോദിച്ചു, അമേരിക്ക ഇന്ന ഒരു യുദ്ധത്തിലേക്ക് എത്ര പട്ടാളക്കാരെ അയച്ചു എന്ന് ചോദിച്ചു. ഓക്കെ, ഏത് കൊല്ലമാണ് ആ യുദ്ധം നടന്നത്, ആ യുദ്ധത്തിന് അമേരിക്കയിൽ സൈഡിൽ നിന്നും എത്ര പട്ടാളക്കാരെ അയച്ചു എന്നുള്ള ചോദ്യം ഈ അഭിഭാഷകൻ ഇദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം വളരെ കൂളായിട്ട് മറുപടി പറഞ്ഞു, എത്ര ആളുകളെ പട്ടാളക്കാരെ അയച്ചു എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, അയച്ച ആളുകൾ മുഴുവനായിട്ടും തിരികെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ജഡ്ജിയെ നോക്കി പറഞ്ഞു, ഇതുപോലുള്ള നോൺസെൻസ് ക്വസ്റ്റ്യൻസാണ് ഇയാളെ ചോദിക്കുന്നത്, ഇതും വിദ്യാഭ്യാസവും തമ്മിൽ എന്താണ് ബന്ധം? എനിക്ക് എൻ്റെ ഫീൽഡിൽ, എൻ്റെ കമ്പനിയിൽ എനിക്ക് പ്രത്യേകം ഒരു നോളജ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ മേശപ്പുറത്ത് പലതരം ബട്ടൺസ് ഉണ്ട്. ഏത് ബട്ടണാണ് അമർത്തേണ്ടത് എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ആ ബട്ടൺ അമർത്തിയാൽ അതിന് റിലേറ്റഡ് അറിവുള്ള ആൾ എൻ്റെ അടുത്ത് വരികയും അദ്ദേഹം എൻ്റെ സംശയം ദൂരീകരിക്കുകയും ആ ദൂരീകരണം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ സംശയം ദൂരീകരിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുവാൻ സാധിക്കുകയും വളരെയധികം പേർക്ക് അത് സെർവ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ ജഡ്ജിയും ആ വാദത്തോട് യോജിച്ചു. ഓക്കെ, എന്നിട്ട് ഈ പത്രത്തിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. ഇദ്ദേഹത്തിന് അഗേൻസ്റ്റ് ഇങ്ങനെ ഒരു വാർത്ത പബ്ലിഷ് ചെയ്തതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതാണ് വിദ്യാഭ്യാസം എന്നുള്ളത് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കത് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിച്ച് അതിൽ നിന്നും ഫലം നേടിയെടുക്കാൻ പറ്റണം. അതായിരിക്കണം വിദ്യാഭ്യാസം. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഡെഫിനിഷൻ എന്നാണ് അദ്ദേഹം പ്രൂവ് ചെയ്തത്. അപ്പോൾ ഇതുവരെ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് നോക്കാം. ആദ്യത്തെ ചാപ്റ്ററിൽ, ഡിസയർ എന്ന ചാപ്റ്ററിൽ നമുക്ക് എന്താണ് നേടിയെടുക്കേണ്ടത്, അതിന് തീവ്രമായി ഒരു ആഗ്രഹം വേണമെന്ന് പഠിച്ചു. ഓക്കെ, എന്താണ് വേണ്ടത്, അത് തീവ്രമായി ആഗ്രഹിക്കുക. ഇനി അത് വളരെ ഉദാഹരണ സഹിതം നമ്മളത് ഡിസയർ എന്ന ചാപ്റ്ററിൽ നോക്കി. ഇനി അതിനുശേഷം ഈ ആഗ്രഹം സബലീകരിക്കാനുള്ള എല്ലാ കഴിവും എനിക്കുണ്ട്, എനിക്കത് സാധിക്കും എന്നുള്ള തീവ്രമായൊരു ഒരു വിശ്വാസം, ഓക്കെ, അപ്ലൈഡ് ഫെയ്ത്ത് എന്ന് പറയും, ഒരു വിശ്വാസം നമ്മൾ ഉണ്ടായിരിക്കണം. എനിക്കത് സാധിക്കും എന്നുള്ള വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം. അത് നമ്മൾ 2ാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായിട്ട് പഠിച്ചു. ഇനി 3ാമത്തെ അധ്യായത്തിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഓട്ടോ സജഷൻ.
നമുക്ക് ഈ വിശ്വാസം എങ്ങനെ നമുക്ക് ഒന്നുകൂടി ഉറപ്പിക്കാം, ഒന്ന് ദൃഢപ്പെടുത്താം നമ്മുടെ മനസ്സിൽ എന്നുള്ളതാണ് ഓട്ടോ സജഷൻ എന്നുള്ള അധ്യായത്തിൽ നമ്മൾ പഠിച്ചത്. എന്നെക്കൊണ്ട് സാധിക്കും, ഐ ബിലീവ് ഐ ക്യാൻ എന്നുള്ളത് നമ്മൾ ഓട്ടോ സജഷനിലൂടെ പറഞ്ഞ് അത് നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ ദൃഢപ്പെടുത്തി, ആ വിശ്വാസം ദൃഢപ്പെടുത്തി. ഓക്കെ, അതിന് ഓട്ടോ സജഷൻ ഉപയോഗിച്ചു. ഇനി സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന ഈ ചാപ്റ്ററിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഏത് മേഖലയിലാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്, ഏത് മേഖലയിലാണോ നമ്മൾ പ്രവർത്തിച്ച് വിജയിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ മേഖലയിലേക്ക് വേണ്ട എല്ലാ സ്പെഷ്യലൈസ്ഡ് നോളജും എവിടെയാണ് ആ നോളജ് അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ നിന്നും അത് എല്ലാ പ്രയത്നങ്ങളും ചെയ്ത് കണ്ടുപിടിച്ച് അത് ആ നോളജ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നേറണം എന്നാണ് ഈ സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന ചാപ്റ്ററിലൂടെ നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത ചാപ്റ്റർ എന്താണെന്ന് വെച്ചാൽ ഇമാജിനേഷൻ എന്ന ചാപ്റ്ററാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണിത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോകൾ കാണുന്നതൊപ്പം തന്നെ നമ്മൾ ഈ പുസ്തകം കൂടി വായിക്കുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. അത് ഇംഗ്ലീഷിലുള്ള പുസ്തകവുമുണ്ട്, മലയാളത്തിലുള്ള പുസ്തകവും ഉണ്ട്, മലയാള പരിഭാഷയും ഉണ്ട്. അപ്പോൾ ഈ 2 പുസ്തകവും വായിക്കുകയാണെങ്കിൽ ആദ്യം മലയാള പരിഭാഷ ഒന്ന് വായിച്ച് നോക്കി, ഒരു ചാപ്റ്റർ വായിച്ച് നോക്കി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷിലുള്ള പുസ്തകം കൂടി വായിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷും കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൂടി ഒന്ന് ഇതിനോടൊപ്പം തന്നെ അതുകൂടി സാധിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ ഈ 2 പുസ്തകവും വാങ്ങണമെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പുസ്തകങ്ങൾ വാങ്ങുവാനും സാധിക്കും. അപ്പോൾ എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത ചാപ്റ്ററുകൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. അതുകൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാതും അപ്ലൈ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം വിജയം വരിക്കാം എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ലക്ഷക്കണക്കിന് ആളുകളെ വിജയിക്കാൻ സഹായിച്ച ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു പുസ്തകമാണിത്. അത് നമുക്ക് പഠിച്ചെടുക്കാം. നമ്മളെ മടിയെല്ലാം മാറ്റി അത് നമുക്ക് പഠിച്ചെടുക്കുക തന്നെ ചെയ്യാം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് രവി. താങ്ക് യു. ഓക്കെ.